ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ, രാജേഷ് അച്ഛൻ, നമ്മുടെ ഡോംബുവിലെ സിസ്റ്റേഴ്സ്, ഇവിടുത്തെ സിസ്റ്റേഴ്സ്, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഞാൻ 2-3 ദിവസം പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും പറഞ്ഞു ഈ 10 മാസം കഴിയുമ്പോഴത്തോടെ നിന്റെ അസുഖം എല്ലാം മാറുമെന്ന്. അവർ വളരെ വിശ്വാസത്തോടെ മാതാവിൽ വിശ്വസിക്കുക, നിന്റെ അസുഖം മുഴുവൻ മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒക്ടോബർ 31 കഴിഞ്ഞു. 1 മുതൽ നവംബർ 1 മുതൽ ഞാൻ വടിയും ഒരു ആശ്രയമില്ലാതെ ഞാൻ നടക്കാൻ തുടങ്ങി. അതുതന്നെയല്ല, ഒരു മരുന്നും ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഇവിടെ ഞാൻ ബുധനാഴ്ചകളിൽ മിക്ക ബുധനാഴ്ചകളിൽ ഞാൻ ഇവിടെ നൊവേനയ്ക്ക് വരും. ഞാൻ ഇവിടുന്ന് വടി പിടിച്ചാണ് അച്ഛൻ്റെ അടുത്തേക്ക് വരിക. അച്ഛൻ ഈ അൾത്താരിൽ നിന്നിട്ട് ആ കണ്ണീരോടുള്ള പ്രാർത്ഥന ഞാൻ ഒരിക്കലും നമ്മുടെ സണ്ണേച്ചൻ കരയണതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ വിജയമാതാവിൻ്റെ മുന്നിൽ സണ്ണേച്ചൻ എൻ്റെ തലയിൽ കൈ വെച്ച് ആ കണ്ണീരുള്ള പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിൻ്റെയും സണ്ണേച്ചൻ്റെയും ആ കണ്ണീരുള്ള പ്രാർത്ഥന വിജയമാതാവ് കേട്ടുന്ന ആ വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. പിന്നെ ഒരു ദിവസം അച്ഛൻ ആരാധന, നമ്മൾ ബന്ധന പ്രാർത്ഥന, ഞാൻ ആ സമയത്താണ് അച്ഛൻ ചൊല്ലുന്നത് കണ്ടത്. ബന്ധന പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുക, ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. ബിക്കോസ് എനിക്ക് നിന്നുകൊണ്ട് നൊവേനയോ കുർബാനയോ പങ്കെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ആരോ എൻ്റെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും ഒരു സൂക്കേട് കൂടിയിട്ട് അന്ന് പറഞ്ഞ സൂക്കേട് കൂടിയിട്ട് എന്തോ പ്രശ്നമായെന്ന് വിചാരിക്കും. അന്ന് ഞാൻ ആരും പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു ഞാൻ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അച്ഛൻ ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് ആരും പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ബിജു ആയിരുന്നു ബാക്കിൽ നിന്നുകൊണ്ടിരുന്നത്. ബിജു ഒന്നും അനങ്ങിയില്ല. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ ആരൊരു പ്രഷർ വന്നിട്ട് എൻ്റെ ബാക്ക് പിടിച്ച് ആ കൊന്ത നടന്നുകൊണ്ടിരിക്കുന്ന അച്ഛൻ ബുധനാഴ്ച നടത്തിയ ബന്ധന പ്രാർത്ഥനയിൽ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ പണ്ടത്തെ പോലെ തന്നെ എല്ലാ അസുഖങ്ങളും മാറി. എനിക്ക് കൂടുതൽ പറയാനുള്ള പ്രാർത്ഥന, അതായത് അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും പ്രാർത്ഥിച്ച ഫലമായി മാതാവ് എനിക്ക് വളരെ സുഖം തന്നു. ഇപ്പം ഞാൻ സുഖമായിട്ട് നടക്കുന്നു, ഒരു കുഴപ്പമില്ല. എൻ്റെ എല്ലാ ശരീരത്തിലുള്ള എല്ലാ മരവിപ്പുകളും മാറി. ഞാൻ അതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എനിക്ക് ഇത് സാക്ഷ്യപ്പെടുത്താൻ വളരെ മടിയുള്ളൊരു വ്യക്തിയായിരുന്നു. അച്ഛൻ പലപ്പോഴും ഇവിടെ നിന്ന് പറയുന്നത് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞാലും ഞാൻ അച്ഛനോട് പറഞ്ഞാൽ സുഖം മാറിയപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് പെരുന്നാൾ ദിവസം അച്ഛൻ ഒരു ദിവസം എനിക്ക് തരണം, ഞാൻ എല്ലാവരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തണം. ബിക്കോസ് ഇത് എൻ്റെ ജീവിതത്തിലെ തളർന്നു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മുടെ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ കിടന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാതാവ് എനിക്ക് എന്നെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ അച്ഛനോട് അന്നേരം പറഞ്ഞു, എനിക്ക് പെരുന്നാൾ ദിവസം സാക്ഷ്യപ്പെടുത്താനായിട്ട് ഒരു അവസരം തരണം. അപ്പോൾ അതാണ് അച്ഛൻ ഇന്ന് ദിവസം എനിക്ക് സാക്ഷ്യപ്പെടുത്തിയത്. അതുമല്ല, എന്നെ ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കാൻ മാതാവിനോട് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ച, അല്ല എൻ്റെ കുടുംബം പ്രാർത്ഥിച്ചതിലും കൂടുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണേച്ചൻ പ്രാർത്ഥിച്ചു. ഞാൻ അതുകൊണ്ട് സണ്ണേച്ചനോട് പറയുകയും ചെയ്തു, സണ്ണേച്ചൻ്റെ കൈ മാതാവിൻ്റെ മുന്നിൽ വെച്ച് ആരുടെ തലയിൽ കൈ വെച്ചാലും ആ വ്യക്തി ഡെഫിനറ്റായിട്ട് സുഖപ്പെടും. അത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോണത് ഞാൻ പലപ്പോഴും ഞാൻ പള്ളിയിലെ അതിനുശേഷം ഞാൻ കമ്പനിയിൽ പോണതിന് മുന്നേ, വർക്ക്ഷോപ്പിൽ പോണതിന് മുന്നേ മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കാണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല. ഇവൻ വീട്ടിലും ഞാൻ നേരത്തെ ഇത് സുഖേട് വരുന്നതിന് മുന്നേ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ അസുഖം വന്നതിന് ശേഷം ദിവസവും ഞാൻ പ്രാർത്ഥിക്കാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് പള്ളിയിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കി പരിപാടികൾ നടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് മാതാവിനോടും സർവശക്തനായ ദൈവത്തിനോടും 1000 നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കരയും, അത്ര ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീരിന് കണ്ണീര് വരും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളോടും, അനേകം ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വ്യക്തിയോടും നന്ദി പറയുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സണ്ണേച്ചൻ, അതായത് സണ്ണേച്ചനിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് ഇപ്പം ഞാൻ ഫുൾ ഫൈനൽ കോഡ് ഓപ്പറേഷൻ എല്ലാവർക്കും അറിയാം, ഒരു സീരിയസ് മാറ്റർ ആയിരുന്നു. സണ്ണേച്ചനോടും ഞാൻ നന്ദി പറയുകയാണ്. അതിനുപരി 1000 നന്ദി ഞാൻ വിജയമാതാവിനോട് സർവശക്തനായ ദൈവത്തിനോടും പറയാണ്. ഇനി എൻ്റെ ജീവിതം മുഴുവൻ ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ എൻ്റെ പള്ളിയായിരുന്നു. പള്ളി കഴിഞ്ഞിട്ട് കുടുംബം, കമ്പനി, അങ്ങനത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ ഫുൾ ടൈം ഞാൻ പള്ളിയിലാണ്. എനിക്ക് അനുഭവം കിട്ടി, ദൈവത്തിൽ നിന്നിട്ടുള്ള അനുഭവം. ഞാൻ ആ 3-4 മാസം ജൂലൈ 23 തൊട്ട് ഒക്ടോബർ 31 വരെ കട്ടലിമേ കടന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്കൊരു മെസ്സേജും കിട്ടി, അതായത് മരുഭൂമി അനുഭവത്തിൽ കിടക്കാമെന്ന്. എനിക്കത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പക്ഷെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഞാൻ ശാലോം TV തുറന്നു നോക്കിയപ്പോൾ അതിലൊരു അച്ഛൻ ചെയ്തിട്ട് മരുഭൂമി അനുഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക.
എനിക്ക് തലേദിവസം രാത്രി ഒരു മെസ്സേജ് കിട്ടിയതാണ് മരുഭൂമി അനുഭവം. അത് ഞാൻ അച്ഛനോടും ചോദിച്ചു എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. പക്ഷെ അത് തന്നെ പിറ്റേ ദിവസം ഷാലോം ടിവിയിൽ ഒരു അച്ഛൻ ആ മരുഭൂമി അനുഭവത്തെ കുറിച്ച് പറയാണ്. അപ്പം നമ്മൾ സുഖമില്ല അസുഖമായി കിടക്കുമ്പോൾ തന്നെ നമ്മളോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ആ ഒരു അനുഭവം പോലും എനിക്ക് കിട്ടി. അത് തന്നെയല്ല, എന്നെ സംരക്ഷിക്കാൻ വേണ്ടി പല സുഹൃത്തുക്കളെയും നമ്മുടെ വികാരി അച്ഛനും ആ സമയത്ത് എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെയും ടെൻഷനാണ്. പക്ഷെ ആ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടുകാർക്കും ഒരു ടെൻഷനും. ദൈവം അതിനു വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും, ആ സുഹൃത്തുക്കളെയായും സിസ്റ്റേഴ്സിനെ ആയും അച്ഛന്മാരെയായും എൻ്റെ വീട്ടിലേക്ക് വിട്ട് എനിക്ക് വളരെയേറെ സ്ട്രെങ്ത് തന്നു. ഞാൻ അതിൽ നിന്ന് നമ്മളിപ്പോൾ ഹോളി ക്രോസ് യൂണിറ്റിൻ്റെ ഒരു പരിപാടിയിലും ദൈവം എൻ്റെ ഭവനത്തിൽ നിന്ന് സ്കിറ്റ് പോലും ഞാൻ ആ സമയത്ത് കണ്ട ഇത് കാരണമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ദൈവം എൻ്റെ ഭവനത്തിൽ പല ആൾക്കാരുടെ രൂപത്തിലും ഭാവത്തിലും എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എനിക്ക് വളരെയേറെ ശക്തി. തളർന്ന് കിടക്കുന്ന സമയത്ത് പോലും എനിക്കൊരു കരച്ചിലും ഉണ്ടായിരുന്നില്ല. കരയണത് അച്ഛനും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ തല തൊട്ട് വന്ന് കണ്ണീര്, അച്ഛൻ കണ്ണീരോടെ കരയണത് ഞാൻ പലപ്പോഴും കണ്ടു. മാതാവിനോട് കണ്ണീരോട്, വിജയമാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ച് തലേ തൊട്ട് എനിക്ക് സൗഖ്യം വാങ്ങി തന്നു. മാതാവിനോട് പറഞ്ഞ് സൗഖ്യം വാങ്ങി തന്നു. അതിന് ഞാൻ ദൈവത്തിനോട്, സർവശക്തനായ ദൈവത്തിനോട് ആയിരം നന്ദി പറയുകയാണ്. അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് തിരുവോസ്തി ഉയർത്തുന്ന ഭാഗമുണ്ട്. കോൺസെക്രേഷൻ കഴിഞ്ഞ് തിരുവോസ്തി ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് അത് തിരുവോസ്തി ഉയർത്താൻ സാധിക്കുന്നില്ല.